മലപ്പുറത്ത് സ്കൂൾ തുടങ്ങാനാകുന്നില്ല എന്ന പരാമർശത്തിലെ ചോദ്യത്തോട് പ്രകോപനത്തിനായി വെള്ളാപ്പള്ളി നടേശൻ. 9 വർഷമായി പിണറായി ഭരിച്ചിട്ടും അനുമതി കിട്ടിയില്ലേ എന്ന ചോദ്യത്തോടായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രകോപനം. ചാനൽ മൈക്കുകൾ തട്ടിമാറ്റി വെള്ളാപ്പള്ളി ക്ഷുഭിതരായി. ക്ഷമിക്കണം. സ്ഥലം വാങ്ങാൻ കിട്ടുന്നില്ലേ? സ്ഥലം എല്ലാം ഉണ്ട്. പിന്നെന്താ തുടങ്ങാൻ പറ്റാത്തത്? അനുവാദം തരണം. ആരുടെ അനുവാദം? സർക്കാരിന്റെ. ഇപ്പൊ പിണറായി വിജയൻ സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ട് 9 നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. 9 വർഷത്തിനിടെ കുറെ നാളായി തുടങ്ങിയിട്ട്. സിബി ജോസഫുണ്ട് വിവരങ്ങൾ നൽകാനായി. സിബി, വെള്ളാപ്പള്ളിയുടെ ചോദ്യം ചോദിച്ചത് മാധ്യമപ്രവർത്തകനെതിരെ അദ്ദേഹം ക്ഷുഭിതനായി തന്നെ പ്രതികരിക്കുകയായിരുന്നു. 10 വർഷമായിട്ടും പിണറായി വിജയൻ സർക്കാരാണ് ഭരിക്കുന്നത്, എന്നിട്ടും അനുമതി കിട്ടിയില്ലേ എന്നുള്ള ഒരു ചോദ്യത്തോടാണോ വെള്ളാപ്പള്ളി പ്രകോപിതനായത്? ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനത്തിന് ശേഷം ചടങ്ങിന് ശേഷം പുറത്തേക്ക് വരുമ്പോഴായിരുന്നു മാധ്യമങ്ങളുമായി വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത്. ആ സമയത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട്, അതായത് പ്രത്യേകിച്ച് ഈ മലപ്പുറം ഉൾപ്പെടെ മലബാർ മേഖലയിലെ 3 ജില്ലകളിൽ SNDP സ്കൂളുകളോ കോളേജുകളോ എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന ചോദ്യത്തിലാണ് അദ്ദേഹം ക്ഷുഭിതനായി സംസാരിച്ചത്. അദ്ദേഹം നേരത്തെ ഒരു പരിഭവം പറഞ്ഞിരുന്നത് തങ്ങൾക്ക് ഈ 3 ജില്ലകളിലും ഇത്തരത്തിൽ കോളേജുകളിലും സ്കൂളുകൾ അനുവദിക്കാൻ വേണ്ടിയുള്ള അനുമതി ലഭിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 9 വർഷമായി LDF സർക്കാരാണ് ഭരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത ബന്ധം വെള്ളാപ്പള്ളി നടേശനുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഈ സ്കൂളുകൾ അവിടെ അനുവദിക്കുന്നില്ല? അവിടെ ഭൂമിയുണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് സ്കൂളുകൾ തുടങ്ങാത്ത ചോദ്യത്തിലാണ് അദ്ദേഹം ക്ഷോഭിച്ചുകൊണ്ട് സംസാരിക്കുകയും ഈ ചാനൽ മൈക്കുകൾ കൈകൊണ്ട് തട്ടി മാറ്റിക്കൊണ്ട് അദ്ദേഹം വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തകരും മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയും കയർക്കുകയും മാധ്യമപ്രവർത്തകരുമായി കയ്യേറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാട്ടിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിവേണം എന്ന്. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നാണ് സിബി വാർത്ത റിപ്പോർട്ട് ചെയ്തത്.